എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് നവംബർ 17 തിങ്കളാഴ്ച. നവംബർ തേർഡ് വീക്കിലെ ഫസ്റ്റ് സെഷനാണ് ഇന്ന്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചില ശാരീരിക പ്രയാസങ്ങളാൽ മാറി നിൽക്കുകയായിരുന്നു. ഏതായിരുന്നാലും നമ്മുടെ മാർക്കറ്റ് ഒരു സന്തോഷകരമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 6 സെഷനുകൾ തുടർച്ചയായി ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചു എന്നതാണ്. സൈക്കോളജിക്കൽ ലെവലായ 26,000 മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പോസിറ്റീവാണ്. നിഫ്റ്റിയുടെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ സ്ട്രോങ് ആയിട്ടാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഭാവിയിൽ, അതായത് ഈ അടുത്ത സമീപകാലത്ത് തന്നെ റെക്കോർഡ് ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിരുന്നാലും പെട്ടെന്ന്, അതായത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 26,050 ടു 26,100 എന്നുള്ള ഈ ഒരു സോൺ വളരെ പ്രധാനമാണ്. 26,000 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി തന്നെ ഈ ഒരു ഏരിയ ഇവിടെ നിന്നും മറികടക്കുകയാണെങ്കിൽ ആൾ ടൈം ഹൈ ആയ 26,275 പുഷ്പം പോലെ മറികടക്കാൻ നിഫ്റ്റിക്ക് സാധിക്കുമെന്നുള്ളതാണ് സ്ട്രക്ചറൽ ബേസ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ട് ലെവലുകൾ ഉയർന്നു വന്നു എന്നുള്ളതാണ്. 25,850, അതുപോലെ തന്നെ 25,900 എന്നീ സോണുകളിലേക്ക് സപ്പോർട്ട് ലെവലുകൾ എത്തിയത് കൊണ്ട് തന്നെ മൊമെൻറ്റം ബുള്ളിഷായി തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവായ ഘടകം. ഏതായിരുന്നാലും ഇന്നത്തെ നേട്ടത്തിന് പിന്നിൽ പൊതുമേഖലാ ബാങ്കുകളും കൺസ്യൂമർ ഡ്യൂറബിൾസ് സെക്ടറുമാണ്. കൺസ്യൂമർ ഡ്യൂറബിൾസിലെ സ്റ്റോക്കുകളുടെ നേട്ടങ്ങൾ മൂലമാണ്, അതോടൊപ്പം പൊതുമേഖലാ ബാങ്കുകളുടെ റാലി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 103 പോയിന്റ് പോസിറ്റീവിൽ 26,013 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 388 പോയിന്റ് പോസിറ്റീവിൽ 84,950 ബാങ്ക് നിഫ്റ്റി 445 പോയിന്റ് പോസിറ്റീവിൽ 58,962 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി വീണ്ടും ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 59,000 വരെ പോയിരിക്കുന്നു. അവസാനം 58,962 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ബീഹാർ ഇലക്ഷൻ. അപ്രതീക്ഷിതമായ ഒരു ഫലമാണ് BJPക്ക്, NDA സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിക്ഷേപകരുടെ ആ ഒരു ബൈയിങ് താല്പര്യം വർദ്ധിച്ചു എന്ന് വേണം കരുതാൻ. 26,050, അതുപോലെ 26,100 ഈ ഒരു സോണിലെ ഓവർഹെഡ് സപ്ലൈ സോൺ കൂടുതൽ ഹൈയിലേക്ക് നീങ്ങുന്നുണ്ട്. 26,100 മുകളിലുള്ള ഒരു ഡിസിസീവ് ക്ലോസിംഗ് നമുക്ക് നല്ല ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ന്യൂ ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായകമാകും. മൊത്തത്തിൽ നിഫ്റ്റിയുടെ സ്ട്രക്ചർ ബുള്ളിഷ് ടോണിൽ തന്നെയാണുള്ളത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഏകദേശം 0.25% ഉയരുകയാണ് ചെയ്തിരിക്കുന്നത്. സെക്ടർ വൈസിൽ ബാങ്ക് നിഫ്റ്റി 0.8% ഹൈയിലാണ്. അതൊരു ന്യൂ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ നിഫ്റ്റി PSU ബാങ്ക് 1.09% നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫിനാൻഷ്യൽ സർവീസസ്, റിയാലിറ്റി, FMCG, IT തുടങ്ങിയവയും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എറ്റേണൽ, ടാറ്റ കൺസ്യൂമർ, മാക്സ് ഹെൽത്ത് കെയർ, ഏഷ്യാഡ് മോട്ടോഴ്സ്, മാരുതി സുസുക്കി എന്നിവ കൂടുതൽ നേട്ടത്തിന് ചരട് വലിച്ചപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ ജിയോ ഫിനാൻഷ്യൽ, അൾട്രാടെക് സിമെന്റ്, ഏഷ്യൻ പെയിന്റ്സ്, ടാറ്റ സ്റ്റീൽ എന്നിവ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട സ്റ്റോക്കുകളിൽ ഉൾപ്പെടുന്നു. മൊത്തം 50 സ്റ്റോക്കുകളിൽ 33 എണ്ണവും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നാളെ ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് പരിചയപ്പെടാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. 59,001 എന്ന ഹൈയാണ് ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 59,020 മുകളിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിലും താഴത്തേക്ക് വന്നതിന് ശേഷം റീടെസ്റ്റ്മെൻറ്റ് നടത്തി വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ 59,020 എൻട്രി എടുത്താൽ മതിയാകും. അതുപോലെ സപ്പോർട്ടായിട്ട്
ഈ ഒരു സോൺ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. 58,842. അതിന് താഴെ നിങ്ങൾക്ക് ഫുഡ് സൈഡും എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അടുത്തത് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി 26,024 എന്നുള്ള ഒരു റേഞ്ചാണ് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാളെ 26,100 മുകളിൽ ക്ലോസ് ചെയ്താൽ എൻട്രി എടുത്താൽ മതിയാവും. അതിനു മുമ്പുള്ള ബൈയിങ് നമുക്ക് സുരക്ഷിതം നൽകുന്നില്ല 26,100 മുകളിൽ. അതേപോലെ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാം 25,900 താഴെ. ഓക്കെ, 25,910 താഴെ എൻട്രി എടുത്താലും കുഴപ്പമില്ല. പക്ഷേ 25,800 850 ആ ഒരു സോണിൽ വീണ്ടും സപ്പോർട്ടുണ്ട്. ഏതായിരുന്നാലും താഴത്തേക്ക് വരാൻ കൂടുതൽ സാധ്യതയില്ല. എന്നിരുന്നാലും 25,900 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുത്ത് പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ലെവലുകൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഈ 2 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇവ ബ്രേക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ക്ലോസ് ചെയ്യണം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. ബൈ.